ഈസി സിനി ടോക്സ് നമ്മൾ അന്നേരം ഇന്ന് മാരുവിൽ ഗോപുരങ്ങൾ മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്ദ്രജിത്, ശ്രുതി രാമചന്ദ്രൻ, സർജാനോ ഒക്കെയാണ് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അരുൺ ബോസിന്റെ ആണ് ഡയറക്ഷൻ. വിദ്യാസാഗറാണ് മ്യൂസിക്. കുറെ ആയി വിദ്യാസാഗർ ജിയുടെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മള് പണ്ട് നമ്മള് ഇപ്പൊ അതാണല്ലോ നമ്മള് ഇപ്പൊ ഏത് പാട്ട് കേട്ടിട്ട് നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴും ഗൂഗിൾ സെർച്ച് നോക്കും ആരാണ് മ്യൂസിക് ചെയ്തൊക്കെ. ഇപ്പോൾ വിദ്യാസാഗർ. വേറെ പാട്ട് സെർച്ച് വിദ്യാസാഗർ. ഇപ്പോൾ ഏത് സെർച്ച് ചെയ്താലും ഇപ്പോൾ പുള്ളിയുടെ പേരാണ് ഒരു 80-85% കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഒരാളുടെ നമ്മളിപ്പം അങ്ങനെ ഒരു ആളുടെ വെയിറ്റിംഗ് ആണ് എപ്പോഴും. പിന്നിലും തിരിച്ചു വരണം, മലയാളത്തിൽ കൂടുതൽ പാട്ടുകൾ ചെയ്യണം, പല രീതിയിലുള്ള പാട്ടുകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് ഞാൻ. യൂസ് യുവർ ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് കല്യാണം കഴിക്കുന്നതിൽ മടിയൊന്നുമില്ല അപ്പാ. അതൊക്കെ അതിന് താല്പര്യമില്ല. അങ്ങനെയൊക്കെ വീഡിയോ പറയും. കോൾ. നീ താല്പര്യം ഉണ്ടാക്കിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ നടന്നല്ലോ. ചേട്ടൻ എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കണം? റോണി പറഞ്ഞ ചേട്ടൻ ഭയങ്കര കൂളാന്നോ? പ്രായം ബാധിച്ചു തുടങ്ങിയല്ലേ? മതി 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 മതി. പ്രായം ബാധിച്ചു തുടങ്ങി. മിക്ക മനുഷ്യർക്കും ഈ പക്വത വരണം. 25 വയസ്സിൽ ലാസ്റ്റ് ഡയലോഗിൽ ഇത്തിരി സാധ്യത ഉണ്ടായിരുന്നു. മഞ്ജുവാർക്ക് അഭിനയിച്ച് പറഞ്ഞു കൊടുക്കുന്ന കണ്ട് റോഷ് ആൻഡ്രൂസ് ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർക്ക് പകരം അഭിനയിക്കുമെന്നല്ലേ? ഈ തമാശയൊന്നും സ്ക്രിപ്റ്റ് മാമന്റെ മോൻ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ടാണെങ്കിൽ ഈ നാട്ടിൽ ആർക്കും കുട്ടികളുണ്ടാവില്ല മോളെ. ക്യാ പെർഫോമൻസ് യാ. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ? ചാവുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു അപ്പൂപ്പനാവണം. നടക്കുവോ? നിനക്കിതെങ്ങനെ ഈസി ആയിട്ട് പറയാം. റോണിയുടെ ഗേൾഫ്രണ്ട്. സത്യം. പരസ്പര സ്നേഹവും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും പിരിയും. വലിയ സ്റ്റാർ ആയിരുന്നു സ്കൂളിലൊക്കെ. മതിയോ ഒന്നൂടെ? ഞാനോക്കെയാ. കല്യാണം കഴിക്ക, കുട്ടികളാവുക, രണ്ടും രണ്ട് തരം കമ്മിറ്റ്മെന്റാ ചേച്ചി. അവരെന്റെ ഫ്രണ്ട്സ് ഒന്നല്ല. മാരവില്ലിൻ ഇത് ഗോപുരങ്ങൾ. വർക്കാവും. മാറ്റി എഴുത്തൊന്നും നടക്കില്ല മോനെ. ഇത് ഓക്കെയാ, ഡബിൾ ഓക്കെ. ഇൻ തിയേറ്റേഴ്സ് മെയ് 10, 2024 പടം വരുന്നുണ്ട്. മെയ് 10, 2024 പടം വരുന്നുണ്ട്. ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ ഗണത്തിൽപ്പെടുന്ന ഒരു പടമായിരിക്കുമെന്ന് തോന്നുന്നു. നല്ലൊരു പടമാവട്ടെ. ട്രെയിലർ കണ്ടിട്ട് ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ദ്രജിത്ത് ചേട്ടൻ വളരെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രം തോന്നിയാണെന്ന് എനിക്കറിയത്തില്ല. അവരുടെ കഴിവൊക്കെ ആൾക്കാർ കാണാതിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്നാ തുടങ്ങുന്നതിന് ഒരു കല്യാണക്കാര്യം പറഞ്ഞിട്ടല്ലേ, അപ്പം അവസാനിക്കുന്നത് കല്യാണത്തിലൊക്കെ ആയിരിക്കും. കല്യാണം പിന്നെ ഗർഭിണിയായിട്ടിരിക്കുന്നത് കാണിക്കണ്ടല്ലോ. പിന്നെ പ്രശ്നങ്ങൾ സോൾവ് ആക്കൽ. കട വരട്ടെ 10ാം തീയതി. ഓക്കെ, താങ്ക് യു.